നമസ്കാരം, വി ഡി ബിൻഡോയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയുന്നത് പോലെ ഞാൻ കേരള വിധവാ സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ചെയർമാനാണ്. കേരളത്തിൽ ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയ, ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടു പോയ, ഭർത്താവില്ലാതെ കുഞ്ഞുങ്ങളുണ്ടായിട്ടുള്ള, വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാതെ നിൽക്കുന്ന, അങ്ങനെ സമൂഹത്തിലെ ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ടു പോയ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട എന്ന് പറയാവുന്ന ഈ ജനസമൂഹത്തിനോടൊപ്പം യാത്ര ചെയ്യുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായ കേരള വിധവാ സംരക്ഷണ സമിതിയുടെ ഒരു സംസ്ഥാന ചെയർമാൻ എന്ന നിലയിൽ ഞാൻ ഈ സംഘടനയിൽ ഇടപെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ വിധവാ സഹോദരിമാരുമായി ഇടപെട്ടിട്ടുള്ള സന്ദർഭത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് 5 കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ സഹോദരിമാർ പറയുന്നത് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ ഇന്നോളം ജീവിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അവർ പറയുന്നത് ഞങ്ങൾ ഒരുപാട് അധ്വാനിച്ചു എന്നുള്ളതാണ് അവർ പറയുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ തങ്ങൾക്ക് സാധിച്ചിട്ടില്ല. തങ്ങൾക്ക് തങ്ങളുടേതായ സന്തോഷങ്ങളുള്ള ഒരു കാര്യവും ചെയ്യാൻ സാധിച്ചിട്ടില്ല. തങ്ങൾ മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞുകൂടിയത്. ഞങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ മൂന്നാമതായി പറയുന്ന കാര്യം. നാലാമതായിട്ട് അവർ പറയുന്നത് തങ്ങൾക്ക് ഇഷ്ടമുള്ള ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകാൻ തങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്ന 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങളാണ് ഇവരുമായി ബന്ധപ്പെട്ട ഈ കാലയളവിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു എന്ന് മാത്രം.